2015 മോഡലിലെ G4 വേരിയന്റിൽ കേരളത്തിൽ ഒരു വർഷമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം കേട്ടോ. ഓൾ ഒറിജിനൽ വരുന്ന വാഹനമാണ്. ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു എലിഫന്റ് ഗ്രേയിൽ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. എലിഫന്റ് ഗ്രേയിൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, LED ടൈൽ ലാമ്പ്, ഫ്രണ്ട് GRന്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഫ്രണ്ട് ബാക്ക് സ്കേറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് വാഹനങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേ മോഡലിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വാഹനം തന്നെ കേട്ടോ. നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പിൽ കേരളത്തിൽ നമ്പർ ആയതുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം. ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്ത വാഹനമാണ്. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പക്കാ ഒരു ഷോറൂം കണ്ടീഷൻ തന്നെ പറയും. അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഭാഗങ്ങൾ മൊത്തത്തിലുള്ളത്. ഫ്രണ്ടേജ് ഭാഗങ്ങളൊക്കെ നിലവിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ വേണ്ടവർക്ക് നമുക്ക് സ്റ്റോക്ക് കണ്ടീഷനിൽ കൊടുക്കാം. അതല്ല നിങ്ങൾ പറയുന്ന രീതിയിൽ വർക്ക് ചെയ്തിട്ട് ഫ്രണ്ട് ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ അതേപോലെ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടാണെങ്കിൽ ആ ഒരു മോഡലിൽ ഈ വാഹനം കൊടുക്കാൻ കഴിയും. മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കുക. അത്രത്തോളം മെക്കാനിക്കലൊക്കെ ഫിറ്റുള്ളൊരു വാഹനമാണ്. 2,58,000 കിലോമീറ്റർ ഓടിയൊരു വാഹനമാണ് കേട്ടോ. മെക്കാനിക്കൽ സൈഡ് നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. എഞ്ചിന്, ഗിയർ ബോക്സ്, ബാക്കിയുള്ള ഭാഗങ്ങൾ, ആക്സിഡന്റ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യത്തിലൊന്നും ഒരു പേടിയും പേടിക്കണ്ട. 2015 മോഡലും 14 മോഡലും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളാണ് വരുന്നത് കേട്ടോ. 2015 മുതൽ നമുക്ക് ഇൻറ്റീരിയർ ഭാഗത്ത് ഒരുപാട് കളർ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു കോഫി കളറിലാണ് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ ഡുവൽ എയർ ബാഗ് കമ്പനി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഡുവൽ എയർ ബാഗ് 2014 വരെ വി ഓപ്ഷനിലേ വരുന്നുള്ളൂ. 2015 ശേഷമാണ് ഡുവൽ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ സൈഡ് ബോഡി കാര്യങ്ങൾ കംപ്ലീറ്റ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ 7 സീറ്റ് വാഹനമാണ് വരുന്നത്. ഈ വാഹനത്തിൻ്റെ കംപ്ലീറ്റ് സൈഡ് ഭാഗങ്ങളും കംപ്ലീറ്റ് നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കാണിച്ചു തരാം. ഈ സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നിലവിലെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് ഒരു പക്കാ ഒരു ഷോറൂം കണ്ടീഷൻ ലെവലാക്കിയിട്ട് ടയർ ഭാഗങ്ങൾ കുറച്ച് കമ്മിയുണ്ട്. 2 ടയർ ഭാഗങ്ങൾ ഒരു 80% ടയർ ഭാഗങ്ങൾ നമ്മൾ സെറ്റാക്കി തരും. അതേപോലെ ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു 30% ടയർ ഭാഗം വരുന്നത് കേട്ടോ. സൈഡ് ബോഡി കാര്യങ്ങൾ ലൈനപ്പും കാര്യങ്ങളൊക്കെ പക്ക ഒരു കണ്ടീഷൻ തന്നെ ഉള്ളത്. എടുത്തു പറയേണ്ട രീതിയിലുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തുമില്ല. ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ കേട്ടോ. ഒരു കമ്പനി ഇറങ്ങുമ്പോൾ കമ്പനി കൊടുക്കുന്ന അതേ മോഡലിൽ സ്കാറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിക്കി ഗാർണിഷൊക്കെ സ്റ്റോക്ക് കണ്ടീഷനിലാണ്. ഇതെല്ലാം നിങ്ങൾക്ക് GRൻ്റെ ഫുൾ കിറ്റ് കയറ്റുമ്പോൾ ബാക്കത്തെ സ്കാറ്റിങ് നമ്മൾ ഒരു ക്രിസ്റ്റ ടൈപ്പ് സ്കാറ്റിംഗ് ആണ് ചെയ്യുക കേട്ടോ. അതേപോലെ LED ടൈലാമ്പ് ചെയ്യും. ഈ ഡിക്കി ഗാർണിഷ് ഒരു ബ്ലാക്കിൽ LED വരുന്ന ഒരു ഡിക്കി ഗാർണിഷും നമുക്ക് കൊടുക്കാൻ കഴിയും. അതേപോലെ ബാക്ക് വൈപ്പറൊക്കെ ഒരു ഫോർച്യൂണർ ടൈപ്പ് ബാക്ക് വൈപ്പറാണ് നിലവിൽ വരുന്നത്. സൈഡ് ബോഡി കാര്യങ്ങൾ ഈ ഒരു സൈഡ് ഭാഗം നോക്കുകയാണെങ്കിലും ബോഡിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കേണ്ട. അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള ബോഡി കാര്യങ്ങളാണുള്ളത്. മെക്കാനിക്കൽ സൈഡും ഈ വാഹനം വന്ന് ഓടിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം അത്രത്തോളം മെക്കാനിക്കൽ ഫിറ്റാണ് കേട്ടോ വാഹനം. ഇൻറ്റീരിയർ ഭാഗത്ത് നോക്കുമ്പോൾ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും 7 സീറ്റ് വാഹനമാണ്. ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ എൻജിൻ ഭാഗം നോക്കുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ വേണ്ടവർക്ക് നമുക്ക് ഒന്നും ചെയ്യാതെ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഫൈനലായിട്ട് കേട്ടോ 8,35,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും. അതല്ല നിങ്ങൾക്ക് ഫുള്ള് വർക്ക് ചെയ്തിട്ടാണെങ്കിൽ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ വാഹനം കൊടുക്കാം. ഇത് ഇൻ്റർകൂളർ എഞ്ചിനാണ് വരുന്നത് കേട്ടോ. ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻ്റ് ആയിട്ടുള്ള ഒരു വർക്കോ കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. ഇൻ്റർകൂളർ എഞ്ചിനിൽ വരുന്നൊരു വാഹനമാണ്. എഞ്ചിന് മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് അത്രയും ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്നൊരു എഞ്ചിൻ മെക്കാനിക്കൽ സൈഡാണ് കേട്ടോ. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല കേട്ടോ. അപ്പം ഈ വാഹനം ഈ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ വേണ്ടവർ ഒരു 1.5 ലക്ഷം ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ 2015 മോഡലാണ് പറയുന്നത്. 8,35,000 രൂപയ്ക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും. അതല്ല നിങ്ങൾക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രണ്ടേജ് ഭാഗങ്ങൾ, പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, LED ടൈൽ ലാമ്പ്, ഫ്രണ്ടും ബാക്കും സ്കാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 60,000 രൂപയുടെയും എക്സ്ട്രാ വരും കേട്ടോ. അപ്പം 60,000 രൂപയുടെ എക്സ്ട്രാ വരുമ്പോൾ നമുക്ക് 8,95,000 രൂപയ്ക്ക് നമുക്ക് ഫുൾ കിറ്റിൽ ഫുൾ സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്.